തന്റേത് മുൻകൂട്ടി തീരുമാനിച്ചുള്ള അധിക്ഷേപമല്ലെന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ മൊഴി. വിവാദ പരാമർശം ആ വേദിയിൽ മാത്രമായി പറഞ്ഞതാണ്. പരാമർശം വളച്ചൊടിക്കപ്പെട്ടു. 4 മാസം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി നൽകിയതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും മൊഴിയിൽ പറയുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത ബോബിയുടെ ഫോൺ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതേസമയം ബോബി ചെമ്മണ്ണൂർ ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കും. അധിക്ഷേപ പരാമർശങ്ങളിൽ കുറ്റബോധമില്ലെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതികരണം. നടി ഹണി റോസ് നൽകിയ പരാതിയിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ കൊച്ചി സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശങ്ങളുടെ വീഡിയോ ഉൾപ്പെടെ കാണിച്ചുകൊണ്ടായിരുന്നു വിശദമായ ചോദ്യം ചെയ്യൽ. എന്നാൽ നടിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പോലീസിനോട് പറഞ്ഞു. കുറ്റബോധമില്ലെന്ന് മാധ്യമപ്രവർത്തകരോടും പ്രതികരിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെ രാത്രിയിൽ താമസിപ്പിച്ചത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നതിനാൽ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നില്ല. ബോബിയെ ഇന്ന് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കും. നടിയുടെ രഹസ്യമൊഴി കോടതി രേഖപ്പെടുത്തിയിരുന്നു. ഇത് പരിശോധിച്ച ശേഷം കൂടുതൽ വകുപ്പുകൾ കൂടി ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തുന്നതിനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെ ഹണി റോസ് 2 മണിക്കൂറോളം രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയായിരിക്കും ബോബിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിൽ നിർണായകമാക്കുക. നിലവിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ലൈംഗികമായി അധിക്ഷേപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന ഭാരതീയ ന്യായയിലെ 75 IT ആക്ടിലെ 65 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. മുൻപ് ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് താൻ നേരിട്ട ദ്വയാർത്ഥം കലർന്ന ലൈംഗിക അധിക്ഷേപങ്ങളും അപകീർത്തിപ്പെടുത്തലുകളുടെ അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത്. കണ്ണൂർ ആലക്കോടുള്ള ബോബിയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളടക്കം പരാതിയിൽ പറയുന്നുണ്ട്. ശേഷം പല വേദികളിലും തന്നെക്കുറിച്ച് നടത്തിയ ലൈംഗികാക്ഷേപം നിറഞ്ഞ പരാമർശങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഹണി റോസ് ഹാജരാക്കിയിട്ടുണ്ട്. തന്റെ പേരും ചിത്രവും തംബ്നെയിലായി ഉപയോഗിച്ച് ലൈംഗികാധിക്ഷേപ പരാമർശങ്ങൾക്ക് പ്രചാരം നൽകിയ 20ഓളം യൂട്യൂബ് ചാനലുകൾക്കെതിരെയും ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.